ഹലോ ഗായ്സ്, നമസ്കാരം. അങ്ങനെ ഞാനിപ്പോൾ ഇന്നലത്തെ തമിഴ് ഞാനിപ്പോൾ കണ്ടു തീർത്തതേ ഉള്ളൂ. കണ്ട് സമയം ചുരുക്കം പറയുവാണെങ്കിൽ ഓക്കെ, ഒരു എവിക്ഷൻ നടക്കുന്നുണ്ട്. സത്യം ഇപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടായിരുന്നു. കുറച്ചും പേര് ഞാൻ ഒന്നും പറയുന്നത് എൻ്റെ പുതിയ ചാനലാണ്. പഴയ ചാനൽ കോപ്പറേറ്റ് അടിച്ചു പോയി. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിക്കുകയോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചു. പുതിയ ഒന്നോ രണ്ടോ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. മറ്റേതിനകത്ത് ഒരു 1300 ചില സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആക്ച്വലി ഞാൻ ഈ യൂട്യൂബിൽ പുതിയത് അന്നേരം നമുക്ക് ഒരു അബദ്ധം പറ്റിപ്പോയത്. അതിനിപ്പം ഞാൻ ആ ബിഗ് ബോസിൻ്റെ അതേ കണ്ടന്റ് എടുത്ത് നേരെ ഷോർട്സ് ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു കോപ്പറേറ്റ് അടിച്ച് ചാനൽ മൊത്തത്തിൽ അടിച്ചു, മൊത്തം ടെർമിനേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡെയിലി എന്നും വീഡിയോ ചെയ്യും. ഹിന്ദിയും തമിഴും ഞാൻ ചെയ്യുന്നത്. മലയാളം ഇപ്പോൾ തുടങ്ങുകയും മലയാളം ഞാൻ ചെയ്തിരിക്കും. ബിഗ് ബോസിനെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടെ ക്രിക്കറ്റ് ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഐ മീൻസ് സഞ്ജുവിൻ്റെ കളിയൊക്കെ ഉണ്ടെങ്കിൽ, അത് നല്ല കളിയൊക്കെ ആണെങ്കിൽ ഞാൻ ക്രിക്കറ്റ് ഇടയ്ക്കൊക്കെ ചെയ്യും. ഓക്കെ, ഞാൻ ഇപ്പം വന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം തമിഴിൽ സത്യം പോകുന്നുണ്ട്. പിന്നെ എടുത്തിട്ട് അരക്കെന്ന് വെച്ചാൽ അരുണെ എടുത്തിട്ടങ്ങ് അരക്കി അരുണെ വറുത്തങ്ങ് എടുത്ത് മൊത്തത്തിൽ അരുണെ എടുത്ത് വറക്കുന്നുണ്ട്. പിന്നെ ജെഫ്രി എടുത്തിട്ട് അലക്കുന്നുണ്ട്. ജെഫ്രിയുടെ അലക്ക ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. കാരണം അവന് ഡിസർവിങ്ങോ അല്ല. കാരണം അവൻ ഒരു മണ്ണാങ്കട്ട ചെയ്യാതാണ് അവന് മറ്റേ NF കിട്ടിയത്. NF എന്ന് പറയുന്നത് ആക്ച്വലി വീക്കിലി ടാസ്കിൽ നമ്മൾ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാണ് NF കൊടുക്കുന്നത്. പക്ഷേ അവൻ്റെ ചോദിക്കുകയാണെങ്കിൽ അവനൊന്നും ചെയ്തിട്ട് പോലും ഇല്ല. കാരണം ആക്ച്വലി അത് കിട്ടേണ്ടത് ആക്ച്വലി മറ്റേ മഞ്ജരിക്കോ അല്ലെങ്കിൽ ദീപകനൊക്കെ ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് മീൻസ് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ചോദിച്ചു. ആരൊക്കെയാണ് വോട്ട് ചെയ്തത് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. പിന്നെ അരുണെ എടുത്ത് വറക്കുന്നുണ്ട്, ജെഫ്രി എടുത്ത് അലക്കുന്നുണ്ട്, പവിത്രയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പവിത്ര അച്ഛനും അത് മുത്തുവിനെതിരെ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു. കാരണം സംസാരിക്കാൻ സമയം തരുന്നില്ല. അപ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ സമയം കൊടുത്തപ്പോഴത്തേക്കും പവിത്രയ്ക്ക് നല്ലൊരു മറുപടി പറയാൻ പറ്റിയില്ല. അവർക്ക് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ റാണവ് എൻ്റെ റാണവനെ ഇട്ടിട്ട് അലക്കി റാണവന് നല്ല രീതിയിൽ കൊടുത്ത് റാണവനും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ 4 പേർക്കാണ് കൂടുതൽ കിട്ടിയത്. പിന്നെ വേറെ പ്രത്യേകിച്ച് ബാക്കി എല്ലാവരും മഞ്ജരി നല്ല കൈയിടി, ദീപകിനുള്ള കൈയിടി, ജാക്കിനുള്ള കൈയിടി, സൗണ്ട് എന്തോ അടിച്ചിട്ടൊക്കെ ചെയ്യുന്ന തമ്പുരാൻ മാത്രമേ അറിയത്തുള്ളൂ. സൗണ്ട് മൊത്തം നെഗറ്റീവ് കാണിച്ചു മൊത്തം. കാരണം മറ്റേ അടിക്കാൻ പോയതൊക്കെ അതിനെക്കുറിച്ച് ആ ടോപ്പിക്കിലോട്ട് സൗണ്ടിൻ്റെ ടോപ്പിക്ക് മാത്രം തൊടുന്നില്ല. ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച 1-2 ആഴ്ച സൗണ്ടിൻ്റെ അടുത്ത് അതുകൊണ്ടായിരിക്കാം ഇനി ഈ ആഴ്ച ടോപ്പിക്ക് എടുക്കാത്തത്. ഓക്കെ, ഞാൻ ഡീറ്റെയിലായിട്ട് പറയാം. എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് സത്യം എടുത്ത് പറയുന്നു. സത്യം രാവിലെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ മോനെ എനിക്ക് ഉറക്കത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, അവൻ്റെ ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് സത്യം രഞ്ജിത്തിനോടും പറയുന്നുണ്ട്. ആ സമയത്ത് റാണവ് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. രഞ്ജിത്തിനോടും ഈ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ തർഷിക വിശാലിൻ്റെ അടുത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തർഷിയുടെ കൈ കിടന്ന കയ്യിലൊരു ബ്രേസ്ലെറ്റ് കൊടുത്തൊരു ചെറിയ ഇത് കിടപ്പുണ്ടായിരുന്നു. അത് നേരെ വിശാലിന് കൊടുക്കുന്നു. തർഷിക അങ്ങനെ കുറേ സംസാരിക്കുന്നു. എനിക്ക് നല്ലോണം കളിക്കണം, ഇനി തന്നെ കളിക്കണം. പിന്നെ ലൈവിൽ കുറേ റാണവിൻ്റെ അടുത്ത് കുറേ പറഞ്ഞു, റാണവ ഞാൻ ഈ ആഴ്ച രക്ഷപ്പെടുന്നത് നല്ല രീതിയിൽ സൂപ്പറായിട്ട് തിരിച്ചു വരും, ഞാൻ പഴയത് കൂട്ട് തിരിച്ചു വരും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി താമസിച്ചു. ഇപ്പം എന്ത് ചെയ്യുന്നത് വേറെ ഓൾറെഡി ആക്ച്വലി തർഷി എന്ന് എവിക്ഷൻ എന്നാണ് തർഷിയുടെ എവിക്ഷൻ. അത് ചിലപ്പോൾ ഇച്ചിരി കരച്ചിൽ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും. വിശാലിന് നല്ല വിഷമവും വരുമായിരിക്കാം. അപ്പം ആക്ച്വലി തർച്ചയ്ക്ക് ഇത് റാണവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ലൈവിൽ പറയുന്നുണ്ട്. അതായത് എപ്പിസോഡ് കാണിച്ചിട്ടില്ല, ലൈവിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ആഴ്ച രക്ഷപ്പെടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. ഞാൻ എങ്ങനെ ആരെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും എനിക്ക് 200% ഞാൻ കൊടുത്തിരിക്കും. അങ്ങനെ കുറേ ഇത് പറയുന്നുണ്ട്. വിശാലിൻ്റെ അടുത്ത് എപ്പിസോഡിൽ കുറേ പറയുന്നുണ്ട്. വിശാലിൻ്റെ അടുത്ത് ക്ലൈമാക്സിന് അവസാനത്തെ ഇത് വിശാലിൻ്റെ രാത്രി കൂടെ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റാണ്. കാരണം ഇന്ന് അവിടെ എവിക്ഷനാണ്. അപ്പോൾ ആക്ച്വലി കളിച്ചു വന്നത് ഇപ്പം എന്തോ ചെയ്യാൻ നല്ല രീതിയിൽ കളിച്ചു വന്ന കൊച്ചാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രേമത്തിൻ്റെ ഈ ലവ് ട്രാക്കിൽ വന്ന് പെട്ട് മൊത്തത്തിൽ മാറും. തുടക്കത്തിൽ തന്നെ 2 പ്രാവശ്യം ക്യാപ്റ്റനായിരുന്നു ഇവള്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് കിട്ടുന്ന ചാൻസ് നമ്മൾ നല്ലോണം ഉപയോഗിക്കണം. നമ്മൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതേപോലെ പറ്റും. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ തർഷികയുടെ ഈ ഒരു പോക്ക്. കാരണം അല്ലെങ്കിൽ നല്ല രീതി കളിച്ചു പറ്റും. പവിത്രക്കാട് നല്ല സൂപ്പറായിട്ട് കളിച്ചു പോകാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം എന്ത് ചെയ്യുക. ഓക്കെ, അങ്ങനെ രാവിലെ സത്യം ഇതുപോലെ കൊച്ചിൻ്റെ ഓർമ്മ പറയണം. അതിനുശേഷം തർഷിക വിശാലിൻ്റെ അടുത്ത് ഇത് എഫേർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നു. റയാൻ സൗണ്ടിൻ്റെ തെറ്റിനെ കുറിച്ച് ഇനിയെങ്കിലും നീ സൂക്ഷിക്കണം, നേരെ കളിക്കണം. കാരണം മറ്റേ അൻഷിത അടിക്കാൻ പോയതിൻ്റെ ആ സീനിലൊക്കെ ഇനി തൊട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് റിയാക്ട് ചെയ്ത് റയാൻ അവിടെ ഉപദേശിക്കുന്നുണ്ട്. തർഷിക രാത്രിയിൽ വിശാലിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ സത്യയുടെ വരുന്നു, സേതു വരുന്നു. സേതു വന്നിട്ട് പറയുന്നു, ഞാൻ ഈ ഒരു കാർഡ് കൊണ്ട് വന്നേക്കുന്നത് ജനങ്ങളുടെ കാർഡാണ്. അങ്ങനെ കാർഡ് എടുത്ത് കാണിക്കുന്നു. സത്യ വിക്ടർ എടുത്ത് പറഞ്ഞു. സത്യ ഏകദേശം എക്സ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനെ സത്യ ഹായ് ഹലോ മീൻസ് എല്ലാവരും ഇത് പറയുന്നു. ഒരു ഹുക്കപ്സ് മറ്റേ പുഷപ്പ് എടുക്കുന്ന ഒരു ഇതെടുക്കുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടി പോകുന്നുണ്ട്. ജെഫ്രി കരയുന്നുണ്ട്. ജെഫ്രിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അവനും ജെഫ്രി നല്ലൊരു കണക്ഷൻ ആയിരുന്നു. അങ്ങനെ ജെഫ്രി കരയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ തിരിച്ച് ഫ്രണ്ടി വന്നിട്ട് എല്ലാവർക്കും ഇത് പറയുന്നുണ്ട്, നല്ല കളിക്കണം, എല്ലാവർക്കും ഓരോ ഉപദേശം കൊടുക്കുന്നുണ്ട്. റാണയിൽ പ്രത്യേകിച്ച് ഒരു ഉപദേശം കൊടുത്ത്, നീ മറ്റുള്ളവർ പറയുന്ന നിൻ്റെതായിട്ടൊരു ഇത് സ്റ്റാൻഡിൽ തന്നെ നിൽക്കും, മറ്റുള്ളവർ ഇതിനകത്ത് നിന്ന് പോരുതെന്ന് പറഞ്ഞ് അവനൊരു പ്രത്യേക ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സത്യ എവിക്റ്റഡായി. അതിനുശേഷം പവിയെ പൊക്കുന്നു. പവി നീയല്ലേ പറഞ്ഞ് നിനക്ക് സംസാരിക്കാൻ അവസരം തരും, ഇപ്പം ഞാൻ നിനക്ക് സംസാരിക്കാൻ അവസരം തരും, നീ സംസാരിക്കൂ.
പവി വിട്ടു. പവി പറഞ്ഞ ആക്ച്വലി ഇതിനകത്ത് മറ്റേ ടോപ്പ് 8 ബാക്കി 7 പേരും അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ടോപ്പ് 8 മാറിയിരുന്നപ്പോഴത്തേക്ക് പവി എടുത്ത് ചോദിച്ചു ഇതിനകത്ത് തകതിയില്ലാത്തവർ, അതായത് അവിടെ എനിക്ക് യോഗ്യതയില്ലാത്തവർ ആരൊക്കെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സൗണ്ടിൻ്റെ വിശാലിൻ്റെ പേര് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് പറഞ്ഞ അതേ പ്രാക്ടീസ് പട്ടി പിടിച്ചെന്ന് പറയത്തില്ലേ, ഇപ്പോൾ എനിക്കതില്ല ഞാനത് ചെയ്യുന്നില്ല, അത് തന്നെയാണ് അവരും ചെയ്യാത്തതെന്ന് പറഞ്ഞ് നേരെ തിരിച്ച് അതേ ഡയലോഗ് തിരിച്ചടിച്ച് ഓടിച്ചു. അപ്പോഴത്തേക്ക് സേതുവിന് ഇത് പറ്റത്തില്ല, ഇനിയും വേണമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് സേതു പറഞ്ഞു ഇതിങ്ങനെയാണെന്ന് മറുപടി പറയുന്നത് അപ്പോൾ ഇപ്പം അവസരം ഇപ്പോൾ നീ തന്നെ ഒന്നും മിണ്ടുന്നില്ല. അന്നിനെ പവി ഒരു ഇതായിപ്പോൾ ഷോക്കായിപ്പോയി. പവി ഒന്നും മിണ്ടുന്നില്ല, പവി ആകെപ്പാടെ ലോക്കായിപ്പോൾ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം നേരെ രഞ്ജിത്തിനടുത്ത് പോകുന്നു. രഞ്ജിത്തിനടുത്ത് പിന്നെ രഞ്ജിത്തിന് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് രഞ്ജിത്തിനെ ചെറുതായിട്ടൊന്ന് കയറി റോസ്റ്റ് ചെയ്യുന്നുണ്ട്. രഞ്ജിത്തിൻ്റെ റോസ്റ്റ് ഇന്ന് ക്യാപ്റ്റൻസിൽ ഇത് ടോപ്പിക്ക് വരുന്നത് ഇന്നെടുത്തിട്ട് പ്രോമോ കിട്ടുന്നുണ്ട്, ഇന്നെടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇന്ന് ആക്ച്വലി അരുണിനെ എടുത്തിട്ട് അങ്ങനക്കി. അരുണിൻ്റെ ഓരോ ടപ്പ ഓരോന്ന് പറഞ്ഞ് എടുത്തെടുത്ത് അങ്ങനക്കി. അതായത് മറ്റേ കിച്ചണിലെ ലേബർ സ്കില്ല്, ലേബർ സ്കില്ല്, മറ്റേ ഓറിയൻറ്റൽ സ്കില്ല്, ആ ഒരു സ്കിൽ ബേസിൽ അതിൻ്റെ വെച്ച് ടോപ്പിക്ക് വെച്ച് തുടങ്ങി. അത് വെച്ച് അടിക്കാൻ തുടങ്ങി. മറ്റേ ടാസ്കിൻ്റെ വെച്ച് തുടങ്ങി, അത് വെച്ച് അടിക്കാൻ തുടങ്ങി. ഓരോന്ന് എടുത്ത് എണ്ണി 2, 3, 4 വട്ടം അരുണെ നല്ല രീതി എടുത്ത് അലക്കിയിട്ടുണ്ട്. അരുണെ അലക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിനകത്ത് നല്ല മാനേജേഴ്സ് തരാം ചോദിച്ചപ്പോഴത്തേക്കും ഒട്ടുമിക്ക പേരും മഞ്ചരിയെയും ദീപകിനെയാണ് പറഞ്ഞത്. എന്നിട്ട് സേതു ചോദിച്ചു ആർക്ക് NFP കൊടുത്തിരുന്നത്, അപ്പോഴത്തേക്ക് ജെഫ്രിക്കാന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴത്തേക്ക് ചോദിച്ചപ്പോഴത്തേക്കും ജെഫ്രിക്ക് ആരൊക്കെ വോട്ട് ചെയ്ത് ചോദിച്ചപ്പോഴത്തേക്ക് അരുൺ സത്യമാണ് ആദ്യം വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ്. അങ്ങനെ ദീപക് പറഞ്ഞു നീയല്ലേ പറഞ്ഞു നീയും സത്യമാണ് ആദ്യം വോട്ട് ചെയ്തത്, അതുകൊണ്ട് നീ ഉത്തരം പറഞ്ഞ് ദീപക് നേരെ അരുണിൻ്റെ മണ്ടക്കോട്ട് ചേർത്ത് കൊടുത്ത്. അപ്പോഴത്തേക്ക് അരുൺ ഒന്നതേ പെട്ടിരിക്കുക, കാരണം ഓൾറെഡി വറുത്തിരിക്കുക മറ്റേ സ്കിൽ ഓറിയൻറ്റഡും ലേബർ ഓറിയൻറ്റഡ് ആ ടോപ്പിക്കകത്ത്. അത് കഴിഞ്ഞ് ഇതും കൂടെ ആയപ്പോഴത്തേക്ക് തീർന്നു, പിന്നെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. പിന്നെ പപ്പ അടിച്ചു. അപ്പോഴത്തേക്ക് ജെഫ്രി പറഞ്ഞു അതേ ഒരു വിഷയം ഉണ്ടായിരുന്നു, ആ വിഷയത്തിൽ ജെഫ്രി നല്ലൊരു സ്റ്റാൻഡ് എടുത്ത്. അപ്പോഴത്തേക്ക് എല്ലാവരും ജെഫ്രി എന്ന സ്റ്റാൻഡ് എടുത്ത്, നിങ്ങളെന്ന സ്റ്റാൻഡ് എടുത്തത്. എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ തന്നെ ഓൾറെഡി സ്റ്റാൻഡ് എടുത്താൽ ജെഫ്രിനകത്തൊന്നും ഇടപെട്ടൊന്നും ഇല്ലെന്ന്. അപ്പോഴത്തേക്ക് ജെഫ്രിയുടെ മറ്റേ ഒരു ചെറുതായിട്ട് തൊടാൻ പോയി. റാണവിന് റാണു അടിക്കാമെന്ന്, അത് നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഉഴപ്പിടിച്ചങ്ങ് വിട്ട് കൂടുതൽ അങ്ങോട്ട് ആ ഒരു ടോപ്പിക്ക് മാത്രം കൂടുതൽ അങ്ങോട്ട് പോയില്ല. അങ്ങനെ അരുണെ എടുത്തിട്ട് വറക്കുന്നുണ്ട്. അതിനുശേഷം പവിയെടുത്ത് വീണ്ടും തിരിച്ചു വന്നു. പവിയെടുത്ത് വീണ്ടും തിരിച്ചപ്പോഴത്തേക്ക് പവി നീ പേടിക്കൊന്നും വേണ്ട, നീ നിന്റെ ഫേസിൽ തന്നെ ക്ലിയർ കട്ട്. അപ്പോഴത്തേക്ക് പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ എൻ്റെ ഫേസ് ക്ലിയർ കട്ട്, ഞാൻ പേടിച്ച കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഈ രണ്ടാമത്തെ വട്ടം പവി വിളിച്ചപ്പോഴത്തേക്ക് ഒന്ന് ആശ്വസിപ്പിച്ചു. അവിടെ നിർത്തി. ആദ്യത്തെ പ്രാവശ്യം റാണവിൻ്റെ അടുത്ത് ചോദിച്ചു. റാണു ഒരു കാര്യം നല്ലൊരു കാര്യം പറഞ്ഞു, അവനെല്ലാം അതായത് നല്ല മാനേജേഴ്സ് കൊള്ളത്തെ മാനേജേഴ്സ് ആർക്ക് ചോദിച്ചപ്പോഴത്തേക്കും ജെഫ്രി ആക്ച്വലി എല്ലാം അവന് കൊടുക്കുന്ന കൂട്ടം ഒരു അൺബിൻ പാസം റിലേഷൻഷിപ്പ് ഒരു ഇത് വെച്ച് എല്ലാം അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കൂട്ടം, എല്ലാം അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കൂട്ടം ഒരു ഇത് അവനുണ്ടെന്ന് പറഞ്ഞ്. അത് കറക്റ്റ് പോയിന്റ് ആവും പറഞ്ഞത്. കാരണം എല്ലാം അൺബിൻ പാസം അക്ക തങ്കച്ചി അങ്ങനത്തെ ഒരു കണക്ഷനിൽ കിടക്കുന്നുണ്ട്. എല്ലാം അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കൂട്ടൊരിത് ഉണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ അതിനുശേഷം ജെഫ്രി പോന്നു. ജെഫ്രി എടുത്തിട്ട് അലക്കുന്നു, വറുത്ത് കൊടുത്തിട്ടുണ്ട്. എടാ ജെഫ്രി നീ ഇപ്പം കാണിക്കുന്നതിനോട് നിനക്ക് തന്നെ നെഗറ്റീവ് ആവത്തുള്ളൂ, നീ ഇങ്ങനെ ഒരിക്കലും കാണിക്കരുത്, കാരണം നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ നീ തകുതിയാവുന്നുള്ളൂ. ഇവൻ നേരെ അപ്പോഴത്തേക്ക് ക്യാപ്റ്റൻസി ടാസ്ക് മണ്ണാങ്ക ടാസ്ക് കഴിഞ്ഞ ആഴ്ചത്തൊക്കെ അപ്പോഴത്തേക്ക് ഇവൻ എടുത്തു. എടാ എൻ്റെ പൊന്നി ജെഫ്രി ഞാൻ നിന്റെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നീ ഇതിനെ വളച്ചു വേറെ ഇതിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് അവനെ അവിടുത്തെ വറുത്തെടുക്കുന്നുണ്ട്. ജെഫ്രി നല്ല രീതിയിൽ വറക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ വീണ്ടും അരുണിൻ്റെ അടുത്ത് വീണ്ടും ടോപ്പിക്ക് വരുന്നു. അരുണെ വീണ്ടും വറക്കുന്നുണ്ട്, എടുത്തിട്ട് അലക്കുന്നുണ്ട്. അതിനുശേഷം നേരെ റാണവിനെ പൊക്കുന്നു. റാണവിനെ ഇപ്പം ഈ പ്രശ്നം അങ്ങനെ റാണവിനെ എടുത്തിട്ട് നല്ല രീതിയിൽ വറക്കുന്നുണ്ട്. ലാസ്റ്റ് ഈ ഗ്യാപ്പിന് ഗോൾ അടിക്കാൻ മുത്തു വിദഗ്ധനാണല്ലോ, ഗ്യാപ്പിന് കയറി ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചു. അത് നല്ല രീതിയിൽ റോസ്റ്റായി. അങ്ങനെ വീണ്ടും എടുത്ത് പിന്നെ ലാസ്റ്റ് അവൻ ഒന്നും പറയാനില്ലാതെ റാണോട്ടിരിക്കുന്നു. അതിനുശേഷം ഓരോരുത്തർ ഓരോ ഇതൊക്കെ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ ജെഫ്രിയുടെ ടോപ്പിക്കും കഴിഞ്ഞ് അങ്ങനെ അതിനുശേഷം പിന്നെ ക്യാപ്റ്റൻസിൻ്റെ ഇതും NFPയുടെ ഇതും ഈ ടോപ്പിക്കും കഴിഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് ഒരു ബ്രേക്കിന് വെച്ച് ഇത് ആക്ച്വലി മഞ്ചരി ഒന്ന് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാനിത് കാര്യം അന്നേ പറഞ്ഞു, ജെഫ്രിയുടെ കാര്യം അന്നേ പറഞ്ഞതാണ്. ദീപക്കും മഞ്ചരിയും മുത്തുവും ജാക്ലിൻ സംസാരത്തിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ദീപക് പറഞ്ഞു എനിക്കത് തോന്നിയായിരുന്നു, പക്ഷേ ഞാൻ ആ സമയത്ത് വേറെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്, കാരണം ദീപക് ലാസ്റ്റാണ് വോട്ട് ചെയ്തത്, ദീപക് ആദ്യം വോട്ട് ചെയ്തില്ലായിരുന്നു. അരുണും സത്യമാണ് ആദ്യം വോട്ട് ചെയ്തത്. തർഷികയും പവിയും ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് എനിക്ക്, സെക്കൻഡ് പ്രിഫറൻസ് ജെഫ്രി എന്ന് പറഞ്ഞ് ആ രണ്ട് ഇത് കൊടുത്തു. അതിനുശേഷം ജെഫ്രിക്ക് ഒരു ഇല്ലാതായി. ഇപ്പോൾ ജെഫ്രി അൻഷിതരും പറഞ്ഞു, ജെഫ്രി അൻഷിതയും പവിയും തർഷിക ഇരുന്നപ്പോഴത്തേക്ക് ജെഫ്രി പറഞ്ഞു ഇതെന്ത് എനിക്കറിയത്തില്ല, തെറ്റോ ശരിയോ ഞാൻ അവിടെ കൺഫ്യൂസ്ഡാണ്. നിനക്ക് ഇത്ര ഇതായില്ല ഇത് തന്നോണ്ടാന്ന് ഇങ്ങനെ ആരും കൂടുതലൊന്നും ഇത് ചെയ്യാതെ തന്നോണ്ടാണ് ഇത്ര ഇത് പറഞ്ഞത്, നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് പവിയും തർഷിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എപ്പിസോഡെല്ലാം കഴിഞ്ഞ് അതിനുശേഷം അരുൺ നേരെ കിച്ചണിലോട്ട് പോയി. കിച്ചണിൽ അരുൺ ഫുള്ള് മീൻസ് അരുൺ ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവൻ ചെയ്ത് തെറ്റ് അവനിട്ട് ഇങ്ങനെ ആക്കി പറഞ്ഞോണ്ട് ലാസ്റ്റ് പോയ സേതു വീണ്ടും ഓഡിയോ സൗണ്ടിൽ വന്ന് നേരെ
സൗണ്ട് വന്ന് എൻ്റെ പൊന്ന് അരുണെ നീ പറയുന്നത് മനസ്സിലാക്കുക, നീ പറയുന്നത് നീ വീണ്ടും തെപ്പിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നവർ സേതു രണ്ടാമത് വീണ്ടും വന്ന്, അതായത് സേതു എപ്പിസോഡ് തീർത്ത് പോയ സേതു അവിടെ വോയിസിൽ വന്നിട്ട് ഇവൻ്റെ അടുത്ത് വീണ്ടും അവിടെ വീണ്ടും കിടന്ന് സംസാരിക്കുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അവനെ. പിന്നെ ഒരു വിധത്തിൽ അരുൺ ആക്ച്വലി അക്സെപ്റ്റൻസ് ഇച്ചിരി കുറവാണ്, അവൻ ചെയ്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കുറവ് അതിനകത്ത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. കുറേ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവൻ ആക്ച്വലി അങ്ങനെ ആ രീതിയിൽ കുറേ ഒരു 10-15 മിനിറ്റ് സേതു രണ്ടാമത് വീണ്ടും തിരിച്ചു വന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. കാരണം സേതുവിന് നെഗറ്റീവ് വരുന്ന ഒരു ചെറിയ പേടി ഒരു ഇത് വന്നിട്ടുണ്ടായിരിക്കും. കാരണം ആദ്യം കുറേ നെഗറ്റീവ് വന്നല്ലോ, ഇപ്പോഴേ പിന്നെ ഒരു പേര് മാറ്റി കിട്ടുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. വിശാൽ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിശാലും അരുണ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിശാൽ അരുണ് രഞ്ജിത്ത് ഇവർ മൂന്നേരം നിന്നപ്പോഴാണ് സേതു മറ്റേ വോയിസിൽ വന്നത്. രണ്ടാമത് വീണ്ടും പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. തർച്ചിക റാവണൻ്റെ അടുത്ത് വിശാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കൊരു ചാൻസ് കിട്ടും, നാളത്തെ ഇന്നോടെ സേവ് ചെയ്യുമെന്ന് ഞാൻ 200% എല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ എല്ലാം വെറുതെ ആയി പോവുകയാണ്. ഇന്നത്തെ എവിക്ഷനിൽ തർശികവും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതൊക്കെയാണ് നടന്നത്. ഇന്നത്തെ ഫസ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രൊമോയിൽ രഞ്ജിത്തിൻ്റെ അടുത്ത് അലക്കുന്നുണ്ട് ക്യാപ്റ്റൻ സിറ്റിയിൽ. കാരണം എല്ലാവരും അടുത്ത് രഞ്ജിത്തിനെതിരാണ് പറയുന്നത്. അത് ആരും ഇതൊന്നും പറഞ്ഞില്ല. ഇത്രയും സ്നേഹം അൻപും പാസം കാണിച്ചുകൊണ്ട് അതുകൊണ്ട് കുറച്ചൊരു സീരിയസ്നെസ് വേണം ഒരു ഇത് ചുമതല കിട്ടുമ്പോഴത്തേക്ക്. ഇത് ചുമ്മാ അൻപിൻ പാസം തേങ്ങ മാങ്ങാന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ രഞ്ജിത്തിന് നല്ല ഇത് കിട്ടുന്നുണ്ട് ഇത്. അപ്പം ശരിയെന്നാ മാസലാം, ബൈ. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, പറ്റുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിടുക. ഞാൻ ബിഗ് ബോസിന്, അതായത് തമിഴ്, മലയാളം, ഹിന്ദി ഇത് മൂന്നിൻ്റെയും ബിഗ് ബോസ് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്, ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ് ഞാൻ. മീൻസ് ഇപ്പം ഹിന്ദി നടക്കുന്നുണ്ട്, ഇപ്പം തൊട്ടടുത്ത് ഹിന്ദി ഇപ്പോൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ ശരി മാസലാം, ബൈ.